എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഇന്നലെ ഒരു ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നു. അതായത് സെറ്റിന് ഒരു ഉദാഹരണം എല്ലാവരും എഴുതി വന്നിട്ടുണ്ടോ? എന്തായാലും വായിച്ചതൊക്കെ എനിക്ക് പറ്റില്ല. നിങ്ങൾ നല്ല കുട്ടികളായിട്ട് എഴുതി വന്നിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വാസത്തിലേ നമുക്ക് സെക്കൻഡ് പാർട്ട് തുടങ്ങാം. ഇന്നലത്തെ അതായത് ഫസ്റ്റ് പാർട്ടിൻ്റെ കണ്ടിന്യൂഷൻ എന്ന പോലെ ഇന്നലത്തെ അതേ സെറ്റുകൾ ബോർഡിലൊക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ കണ്ട ആഴ്ചയിലെ 7 ദിവസങ്ങൾ കാണുന്നുണ്ടോ? എല്ലാവരും കണ്ടില്ലേ? പിന്നെ AEIOU അതായത് വൊവൽസ്, പിന്നെ 10 താഴെയുള്ള എണ്ണസംഖ്യകൾ 3 എഴുതിയിട്ടുണ്ട്. സെറ്റ് വ്യക്തമായി അംഗങ്ങളെ പറയാൻ സാധിക്കുന്ന കൂട്ടത്തെയാണ് സെറ്റ് എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ ഇന്നലെ കണ്ട കാര്യങ്ങളാണ്. ഇനി നമുക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ പേരില്ലേ? നന്ദിത, ഫൈസൽ, പിന്നെ അഭിരാമി, ജോസഫ്, അങ്ങനെയുള്ള പേരുകളുള്ള പോലെ നമുക്ക് സെറ്റിനും പേര് കൊടുക്കണം. കാരണം സെറ്റുകൾ ഉപയോഗിച്ച് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ AEIOU എന്ന് പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. അതിനൊരു പേര് കൊടുക്കുക. അതുപോലെ താഴെ കിടക്കുന്ന എല്ലാ സെറ്റിനും ഓരോ പേര് കൊടുക്കണം. ആ പേര് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ക്യാപിറ്റൽ ലെറ്റേഴ്സാണ് കൊടുക്കേണ്ടത്. സെറ്റിന് കൊടുക്കേണ്ട പേരുകൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ക്യാപിറ്റൽ ലെറ്റേഴ്സ് ABCD ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ഉദാഹരണമായിട്ട് ഉദാഹരണം A ഈക്വൽസ് ഈ സെറ്റിന് പേര് കൊടുത്തു. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ എന്ന് എഴുതിയ സെറ്റിന് ഞാൻ പേര് കൊടുത്തു A എന്ന്. ഇനി A എന്ന് പേര് കൊടുത്താൽ മാത്രം പോരാ, എന്തുകൂടി വേണമെന്നോ? അവരെ പിടിച്ചിട്ട് ലോക്ക്ഡൗൺ ആക്കണം. ഇപ്പം ലോക്കാക്കണം. ലോക്കിൻ്റെ സീസണാണല്ലോ. ഇപ്പോൾ ലോക്ക് ആക്കണം. എങ്ങനെയാണെന്നോ ലോക്കാക്കുക? A ഈക്വൽസ് ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് വെക്കണം. ഇങ്ങനൊരു ബ്രാക്കറ്റ് തുടക്കത്തിലും അവസാനത്തിലും. ഇങ്ങനൊരു ഡബിൾ ബ്രാക്കറ്റ് നോക്കണം. ഇങ്ങനൊരു ബ്രാക്കറ്റ് തുടക്കത്തിലും അവസാനത്തിലും ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു ഓടിപ്പോയാലോ അംഗങ്ങൾ, അപ്പോൾ പോവാതിരിക്കാൻ ഒരു ഡബിൾ ബ്രാക്കറ്റ് തുടക്കത്തിലും അവസാനത്തിലും. മാത്രമല്ല അതിന് ഒരു പേരും കൊടുത്തു, A ഈക്വൽസ്. ഇതെങ്ങനെയാണ് വായിക്കുക? A ഈക്വൽസ് സെറ്റ്. ഈ ഡബിൾ ബ്രാക്കറ്റിന് വായിക്കുന്ന പേരാണ് സെറ്റ്. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെൻസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സെറ്റ് എന്ന് വായിക്കുക. ഇനി AEIOUവിന് വേറൊരു പേര് കൊടുക്കുക, B ഈക്വൽസ്. ക്യാപിറ്റൽ B ഈക്വൽസ് സെറ്റ്. ഇതിനെ നമ്മൾ വായിക്കുക ഡബിൾ ബ്രാക്കറ്റിന് സെറ്റ്. അപ്പുറത്തും അതെ സെറ്റ്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇതിനെ മാത്രം ആദ്യത്തെ ബ്രാക്കറ്റിനാണ് സെറ്റ് എന്ന് പറയുള്ളൂ, അവസാനത്തിന് പറയില്ല. B ഈക്വൽസ്. അപ്പോൾ ഒന്ന് വായിച്ചേ. B ഈക്വൽസ് സെറ്റ് AEIOU. ഇനി അടുത്തത് നമുക്കിതിന് C എന്ന് പേര് കൊടുക്കാം. ക്യാപിറ്റൽ C ഈക്വൽസ് ലോക്ക്ഡൗൺ ചെയ്യേ. വേലികെട്ട്, വേലികെട്ടി, ഇവിടെയും വേലികെട്ടി, ഇവിടെയും വേലികെട്ടി. അംഗങ്ങൾ ഓടിപ്പോവാതിരിക്കാൻ കണ്ടെയ്ൻമെന്റ് സോൺ പ്രഖ്യാപിക്കുമ്പോൾ അതിന് ഓടിപ്പോവാതിരിക്കാൻ അവിടെ പോലീസ് അവിടെ അത് വെക്കില്ലേ, ഒരു വേലികെട്ട്. അതുപോലെ വേലികെട്ട് നിർബന്ധമാണ്, ചാടിപ്പോവാതിരിക്കാൻ. എന്നിട്ട് ഇത് വായിക്കുക എങ്ങനെയാണ്? C ഈക്വൽസ് സെറ്റ് 1 2 3 4 5 6 7 8 9. പിന്നെ ഇതിന് സെറ്റ് എന്ന് പറയില്ല.
അങ്ങനെ പേര് കൊടുക്കുക. അപ്പോൾ ഇംഗ്ലീഷ് അക്ഷരമാലയിലും ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് സെറ്റിനെ പേര് കൊടുക്കുന്നത്. അതാണ് ഇന്ന് പഠിച്ച ആദ്യത്തെ പോയിന്റ്. ഇനി സെറ്റിനെ നമ്മളൊക്കെ നമ്മുടെ വീട്ടിലെ അംഗങ്ങളാണ്. നമ്മളൊക്കെ വീട്ടിലെ അംഗങ്ങൾ എന്ന് പറയുക. അതുപോലെ മെമ്പേഴ്സാണ് ഈ AIOU B എന്ന സെറ്റിലെ അംഗങ്ങളാണ്. അതുപോലെ 1 2 3 4 അങ്ങനെ 9 വരിയുള്ളത് C എന്ന സെറ്റിലെ അംഗങ്ങളാണ്, മെമ്പേഴ്സാണ്, എലമെന്റ്സ് ആണ് എന്നൊക്കെ പറയും. എലമെന്റ്സ്, മെമ്പേഴ്സ്, ഇതിലുള്ള അംഗങ്ങളെയൊക്കെ പറയുന്ന ഇംഗ്ലീഷ് വാക്കാണ് എലമെന്റ്സ്, മെമ്പേഴ്സ് എന്നൊക്കെ. ഇനി നമ്മൾ വേറൊരു കാര്യം പഠിക്കാൻ പോവുകയാണ്. മനസ്സിലാവുന്നില്ലേ? ഉദാഹരണത്തിന് ഇതിന് സൺഡേ മൺഡേക്ക് എഴുതുമ്പോൾ കുറേ സ്ഥലം വേണം, സമയവും വേണം. എന്നിട്ട് അത് നമ്മുടെ കണക്കിലെ ഇതുണ്ടല്ലോ 1 2 3 അത് എളുപ്പമാണ്. നമ്മൾ അതായിട്ടല്ലേ ഇൻറ്റിമസി കൂട്ടുകൂടുന്നത്. മാത്സായിട്ട് നമ്മൾ സെറ്റാണ് കേട്ടോ. ഉള്ള കാര്യം പറയുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഒരു സെറ്റ് കൂടുന്ന ഒരു പരിപാടിയാണിത്. മാത്സായിട്ടൊരു സെറ്റ് ഉണ്ടാവും. അപ്പം നമുക്ക് ഫ്രണ്ട് ആകുമ്പോൾ നമുക്ക് കണക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അങ്ങനെയാണ് അതിന് പേര് കൊടുക്കണം. A equals set 1 2 3 4 5 6 7 8 9 ഇങ്ങനെ സെറ്റ് എന്ന് വിചാരിക്കുക. ഇപ്പോൾ പുതിയൊരു സെറ്റ് മറന്നുണ്ടാക്കിയതാ. എന്ന് പേരിട്ട് A equals 1 10 താഴെയുള്ള എണ്ണൽ സംഖ്യകൾ എന്ന് വേണമെങ്കിൽ ആയിക്കോട്ടെ. A equals 1 2 3 അങ്ങനെ. അതായത് 1 എന്ന അംഗം മെമ്പർ എയിലുണ്ട്. ശരിയല്ലേ? ഒന്ന് പറയുകയാണ് ഞാൻ എയിലാണെന്ന്. ഒന്ന് 1 belongs to 1 belongs to A. ശരിയല്ലേ? ഒന്ന് പറയുകയാണ് 1 belongs to A എന്ന് പറയുകയാണ്. അതുപോലെ 5 belongs to A. belongs to A അങ്ങനെ പറയും. കണക്കിന് സൂത്രമുണ്ട്, എഴുതാനൊക്കെ ഇത്തിരി മടിയാണ്. നമുക്കറിയാം ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു എന്നുള്ളതിന് അപ്പം സിമ്പിൾ വരും ഇല്ലേ? ഈക്വൽ ടു സമമാണ്, സമമല്ല, അങ്ങനെയുള്ളതിൻ്റെ ചിഹ്നം ഓർമ്മയുണ്ടോ? ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ച എല്ലാവർക്കും അത് ഈക്വൽ ടു, നമ്മുടെ ഈക്വൽ ടു കണ്ടോ? നോട്ട് ഈക്വൽ ടു. അതുപോലെ ബിലോങ്സ് ടു എന്നുള്ളതിന് ഒരു ചിഹ്നം, അപ്പോഴും ചിഹ്നം കണ്ടുപിടിച്ചു. അതിൻ്റെ ചിഹ്നമാണ് ബിലോങ്സ് ടു. 5 belongs to A എന്നുള്ളതിൻ്റെ ചിഹ്നമാണ് 5. ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ ഈ പോലെ എന്നിട്ട് ഇങ്ങനെ വെക്കുക. A 5 belongs to A. ഇതെന്താ വായിക്കുക? 5 belongs to A എന്നുള്ളതിനെ ചിഹ്ന രൂപത്തിൽ സിംബോളിക്കായിട്ട് എഴുതുന്നതാണ് 5 belongs to A. കണ്ടോ? അടുത്തതായിട്ട് 1 belongs to A എങ്ങനെ എഴുതാം? 1 ഇങ്ങനെ ചിഹ്നം ഈ പോലെ ഒരു സാധനം ആക്സലോൺ എന്നത് വായിക്കുക. ഗ്രീക്ക് ആൽഫബറ്റാണ്. തൽക്കാലം അതൊന്നും അറിയണ്ട. ഇതാണ് അതിൻ്റെ ചിഹ്നം നോക്കുക. അംഗമാണ്, ബിലോങ്സ് ടു എന്നതിൻ്റെ ചിഹ്നമാണ് 1 belongs to A. 1 belongs to A. ഉടനെ നോട്ട് ബിലോങ്സ് ടു ഒരു നോട്ട് ഈക്വൽ ടു വരുന്ന പോലെ ഒരു നോട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞ് നോട്ട് ബിലോങ്സ് ടു പറഞ്ഞ് ഇവിടെ 15
not belongs to A. വെട്ടുക അത്രയേ ഉള്ളൂ. 15 not belongs to A. വേറെ ഒരെണ്ണം പറഞ്ഞേ, not belongs to എന്ന് പറഞ്ഞേ, പറഞ്ഞു കിട്ടി. വേറെ ഒരെണ്ണം ഇല്ലാത്തതെന്ന് പറഞ്ഞേ. 20 not belongs to A. 20 not belongs to A. അപ്പോൾ നമ്മളിതൊരു ചിഹ്നം പഠിച്ചു. not belongs to, not belongs to, belongs to. രണ്ട് ചിഹ്നങ്ങൾ, സിംബോളിക്കൽ റെപ്രസെൻറ്റേഷനാണ് പഠിച്ചത്. ഇനി ഏതെങ്കിലും ഒന്ന് പറഞ്ഞേ. 4 പറയണേ, എന്താ വേണ്ടേ? 4 പറഞ്ഞേ. 4 belongs to A. 6 belongs to A. 8 belongs to A. എന്നാൽ 25 not belongs to, വെട്ടുക, not belongs to A. അപ്പോൾ belongs to, not belongs to എന്നതിൻ്റെ ചിഹ്നം പഠിച്ചു. സെറ്റ് എങ്ങനെയാണ് എഴുതുക എന്നും പഠിച്ചു. ഒരു പ്രോബ്ലം ചെയ്യാം. A equals അംഗങ്ങൾ ഉള്ളിലുള്ള ഒരു സ്മോൾ ലെറ്റർ ആണ് എഴുതുക. പേര് കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ശ്രദ്ധിക്കുക. A, B, C, D, E, F. ഇത്ര വരും. നമുക്ക് എഴുതാം. B dash A. B dash A. എന്താണ് ഇവിടെ വയ്ക്കേണ്ടത്? belongs to. B belongs to. ഇനി E dash A എന്താ വയ്ക്കുക? belongs to, member of നടത്താം. belongs to. ഇനി F dash A എന്താ പറയണ്ടേ? പറഞ്ഞേ. F belongs to, belongs to. ഇനി not belongs to കുറച്ച് വയ്ക്കട്ടെ. G dash A എന്താ വയ്ക്കണ്ടേ? not belongs to, not belongs to. ഇനി Z dash A എന്താ വയ്ക്കണ്ടേ? not belongs to, not belongs to. G Z E H dash A എന്താ വയ്ക്കണ്ടേ? not belongs to, not belongs to, not belongs to. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പ്രോബ്ലം ഒന്ന് എഴുതിയെടുക്കുക നോട്ട് ബുക്കിൽ. fill in the blanks, fill in the blanks. A equals A B C D E F. എഴുതി അതിനുമ്പ് പാർട്ട് 2 അല്ലെങ്കിൽ ഭാഗം 2 എന്ന് എഴുതിയിരിക്കുക കേട്ടോ. ഭാഗം 2, ഭാഗം 2-ലുള്ളതാണിത്. A B C D E F അത് എഴുതി. എന്നിട്ട് എഴുതുക B dash A. ഉത്തരം എഴുതിക്കോളൂ. E dash A ഉത്തരം എഴുതിക്കോളൂ. F dash A ഉത്തരം എഴുതിക്കോളൂ. G dash A Z dash A ഉത്തരം എഴുതിക്കോളൂ.
ഇനി എൻ്റെ താഴേക്ക് എഴുതുക ബിലോങ്സ് ടു എന്നതിൻ്റെ ചിഹ്നം. ബിലോങ്സ് ടു എന്നതിൻ്റെ ചിഹ്നം എല്ലാവരും എഴുതിക്കോ. ബിലോങ്സ് ടു എന്നതിൻ്റെ ചിഹ്നം എന്താണ്? ഈ ചിഹ്നം ബിലോങ്സ് ടു എന്നതിൻ്റെ ചിഹ്നം. നോട്ട് ബിലോങ്സ് ടു എന്നതിൻ്റെ ചിഹ്നം. ഇന്ന് ചെറിയൊരു ക്ലാസ്സാണ്. ഒരു ഹോംവർക്ക് കൂടി തരാം. 1 2 3 4 5 6. Five dash 8 8 dash 8 0 dash 8 4 dash 8 2 dash 8 10 dash 8. 6 ക്വസ്റ്റ്യൻസ് നാളേക്ക് ചെയ്തിട്ട് വരിക. വളരെ സിമ്പിളായിട്ട്, എന്താ എളുപ്പമാണ്. ബിലോങ്സ് ടു, നോട്ട് ബിലോങ്സ് ടു, അപ്പം തന്നെ പറയാവുന്നേ ഉള്ളൂ. നമ്മൾ ഗണിതമായിട്ടൊരു കൂട്ടുകൂട്ടുക. എൻ്റെ ഫ്രണ്ടാണ് ഗണിതം. എന്തിന് നമുക്ക് ഒക്കെ പഠിക്കാവുന്ന ഒരു വിഷയം തന്നെയാണ്. അല്ലാതെ ഇത് വേറെ ആൾക്കാർക്ക് മാത്രം മാറ്റി വയ്ക്കുന്നൊരു വിഷയമല്ല. സിമ്പിളായിട്ട് നമുക്കും പഠിച്ച് ഉയരാനായിട്ട് സാധിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ നാളെ അടുത്ത ക്ലാസ് നമുക്ക് കാണാം. ബൈ ബൈ.